പുതുക്കത്തിന്റെ ആത്മാവാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. പുതുക്കത്തിന്റെ ദൈവമാണ് നമുക്ക് ഉള്ള ദൈവം. എവറി ഡേ ഈസ് എ ന്യൂ ഡേ. എല്ലാ ദിവസവും ഒരു പുത്തൻ ദിവസമാണ്. ആ പുത്തൻ ദിവസം ദൈവത്തിന്റെ മുഴുവൻ ആളത്വത്തോടുകൂടെ നവീനതയിൽ, പുതുക്കത്തിൽ മനസ്സിലാക്കണം, അടുത്തറിയണം, പിൻപറ്റണം, ആരാധിക്കണം. ആ ഒരു വ്യഗ്രത ഉണ്ടായിരിക്കണം. ദൈവമില്ലാതെ, ദൈവത്തിന്റെ പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കാതെ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നു. നമ്മളത് വളരെ കർക്കശമായ രീതിയിൽ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ കർത്താവിനെ സേവിക്കുക, അനുഗമിക്കുക, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും, എല്ലാ ദിവസവും, എല്ലാ സമയങ്ങളിലും പുതുക്കത്തിന്റെയും നവീനതയുടെയും ദൈവത്തെ കൂടുതൽ പുത്തൻ രീതിയിൽ മനസ്സിലാക്കി ദൈവത്തിന്റെ ആളത്വം മുഴുവനും എന്നിൽ പ്രബലപ്പെടുക എന്നുള്ളതാണ് ദൈവത്തെ പിൻപറ്റുക, ആരാധിക്കുക എന്നുള്ളത്. അത് നടക്കാത്തടത്തോളം കാലം പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മളെല്ലാം ഇതുകൊണ്ട് ആരാധിക്കുന്നവരാണ്. ഇതുകൊണ്ടാ? അധരങ്ങൾ കൊണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പള്ളിയിൽ വരുമ്പോൾ, ആലയത്തിൽ വരുമ്പോൾ എനിക്ക് ദൈവത്തോടുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തെ എങ്ങനെ പ്രാപിക്കണം എന്നുള്ള പുതുക്കവും നവീനതയും ഉത്സാഹവും എന്നിൽ ഉണ്ടോ, അതിനനുസരിച്ചാണ് ദൈവം എനിക്ക് പകരപ്പെട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് ദൈവം എന്നിൽ പ്രബലപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം.